ഇന്ന് നമ്മുടെ വർക്ക് നടക്കുന്ന ഒരു സൈറ്റിൽ ഇവർ കബോർഡിൻ്റെ വർക്ക് ചെയ്യണുണ്ട് കേട്ടോ. അത് വി ബോർഡ് വെച്ചിട്ടാണ് ഇവർ കബോർഡിൻ്റെ വർക്ക് ചെയ്യണത്. നമ്മൾ സാധാരണ ഫെറോസിമെൻറ്റിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് കൂടുതലും ചെയ്യൽ. അതുപോലെ ഫാബ്രിക്കേഷനൊക്കെ വെച്ചിട്ടാണ് കൂടുതലായിട്ടും കബോർഡിൻ്റെ വർക്ക് ചെയ്യൽ. അപ്പോൾ നമ്മളൊരു വ്യത്യസ്തമായിട്ട് വി ബോർഡ് വെച്ചിട്ട് ചെയ്യണ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. ഇതാണ് ഷീറ്റ്. നല്ല വെയിറ്റ് ഉള്ള ഷീറ്റാട്ടോ. അത് അത്യാവശ്യം നല്ല കനം ഉണ്ട്, തിക്നെസ് ഉള്ള ഷീറ്റ് വെച്ചിട്ടാണ് ഇവർ ചെയ്യണത്. അപ്പോൾ 2 പേര് വേണം. ഒരു ഷീറ്റ് പിടിച്ച് വെക്കണമെങ്കിൽ തന്നെ 2 പേര് വേണം. അത്രയും വെയിറ്റുള്ള ഷീറ്റ് വെച്ചിട്ടാണ്, വി ബോർഡ് വെച്ചിട്ടാണ് ഇവർ കബോർഡിൻ്റെ വർക്ക് ചെയ്യണത്. നമ്മുടെ ഫെറോസിമെൻറ്റിനെക്കാട്ടിലും കുറച്ച് ചാർജ് ഇതിന് കൂടുതലാണ്, മെറ്റീരിയലിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനുള്ള ക്വാളിറ്റി ഇത് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഈർപ്പം അതൊന്നും ഉണ്ടാവില്ല. അതുപോലെ ചെതൽ ഇതൊന്നും കാര്യങ്ങളൊന്നും കംപ്ലൈൻറ്റ് വരില്ല. വിള്ളൽ പൊട്ടൽ ഇതൊന്നും വരില്ല. അപ്പോൾ അതാണ് ഇതുകൊണ്ട് ചെയ്താലുള്ള ഉപകാരം. അപ്പോൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ലൈനൊക്കെ ഇട്ടിട്ട് ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് ഇവർ ചെയ്യണത്. അപ്പോൾ ഇവരുടെ വീട് എന്ന് പറയുന്നത് പാണ്ടിക്കാട് ഭാഗത്താട്ടോ ഇവരുടെ വീട്. അപ്പോൾ ഇവരുടെ നമ്പറാണ് ഈ താഴത്ത് കാണുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളവരൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ട് സംശയങ്ങളൊക്കെ ചോദിക്കാട്ടോ. അപ്പോൾ ഇവരുടെ സർവീസ് എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇവരുടെ സർവീസ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ഇവർ ചെയ്തു തരും. ഇതുപോലെ ഡിസൈന് കാണിച്ചു കൊടുത്താൽ ഇതുപോലെ ലൈനൊക്കെ വരച്ചിട്ട് അത് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏത് ഡിസൈന് വേണമെങ്കിലും ഇവർ ചെയ്തു തരും. ഒരു കബോർഡ് ചെയ്യാൻ 2 പേരുടെ വർക്ക് വരുന്നുണ്ട്. എക്സ്ട്രാ ലേബർ ചാർജ് അതുപോലെ മെറ്റീരിയലിൻ്റെ ചാർജും പാടെയാണ് ഒരു കബോർഡ് ചെയ്യാൻ വരിക. പിന്നെ മെറ്റീരിയലിന് എന്താണെന്ന് വെച്ചാൽ വി ബോർഡ് ആവുന്നത് കൊണ്ട് തന്നെ ഒരു ചെറിയ റേറ്റ് കൂടുതലാണ്. പിന്നെ ഇവരുടെ വർക്ക് കണ്ടപ്പോൾ നല്ല വൃത്തിയിലാണ് ഇവർ ചെയ്യണത്. എന്താണെന്ന് വെച്ചാൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് അതുപോലെ വാട്ടർ ലെവൽ, സ്പിരിറ്റ് ലെവൽ ഇതൊക്കെ വെച്ചിട്ട് നല്ല ക്ലിയർ ആക്കിയിട്ടാണ് ഇവരുടെ വർക്കൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടാട്ടോ ചെയ്യണത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു ഇതിൽ വീഡിയോ ചെയ്തതാണ്. പിന്നെ അതുപോലെ നമുക്ക് കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് എൻ്റെ വീടിൻ്റെ വർക്കാണ്. മെയിനായിട്ട് പെയിൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടാണ് കൂടുതലും വിളിക്കാറ്. അപ്പോൾ കബോർഡിൻ്റെ വർക്ക് എന്തായാലും നമുക്ക് വീട് പണി ഉണ്ടാവുമ്പോൾ കബോർഡിൻ്റെ വർക്ക് എന്തായാലും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പരീക്ഷിക്കാനല്ല, നല്ല അടിപൊളി മെറ്റീരിയലാണ്. വി ബോർഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് ഒരുപാട് കമ്മിയാണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇവർ ഫെറോസിമെൻറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടും ഇവർ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെക്കാട്ടിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയലാണ് വി ബോർഡ് വെച്ചിട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും കാണൽ ഫെറോസിമെൻറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് കാണൽ. അപ്പോൾ ഇതുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെതലിൻ്റെ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ വെള്ളത്തിൻ്റെ ഈർപ്പം അതൊന്നും ഉണ്ടാവില്ല. അതുപോലെ വിള്ളൽ പൊട്ടൽ അങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊന്നും ഇതുകൊണ്ട് ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ അതുപോലെ ഇവരുടെ വർക്ക് കണ്ടപ്പോൾ നമുക്കൊരു വിശ്വാസം തോന്നി. അപ്പോൾ നമുക്ക് വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതാണ് വർക്ക് കഴിഞ്ഞാലുള്ള ഭാഗങ്ങൾ. ഇനി നമുക്കിത് ചെയ്യാൻ ഉണ്ടാവുക പുട്ടി ഇട്ടുകാണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പ്രൈമർ അടിച്ചിട്ട് 2 കോട്ട് പെയിൻറ്റ് അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാവും. ചെറിയ തുളകൾ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫെറോസിമെൻറ്റ് കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ തുളകൾ ഉണ്ടാവില്ല, ഇതായ തുളകൾ ഉണ്ടാവും. ഇപ്പോൾ ഇതുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല. പിന്നെ മെയിനായിട്ട് ഫെറോസിമെൻറ്റിനെക്കാട്ടിലും ഒരു ഇച്ചിരി റേറ്റ് കൂടുതലാണ്. പക്ഷേ അതിനുള്ള ക്വാളിറ്റിയും ഇതുകൊണ്ട് ഉണ്ട്, നല്ല വൃത്തി ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് നേരിട്ട് ഇനി പ്രൈമർ അടിച്ചിട്ട് 2 കോട്ട് പെയിൻറ്റ് അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവരുടെ നമ്പറാണ് താഴത്ത് കാണുന്നത്. അപ്പോൾ അതിലേക്ക് വിളിച്ചാൽ മതി. ഇവർ വർക്ക് നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണക്കടുത്താണ് ഈ ഒരു വർക്ക് നടക്കുന്നത്. അപ്പോൾ ഇവരുടെ സർവീസ് കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്. അപ്പോൾ ഒന്ന് വിളിച്ചുകൊണ്ട് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.